നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് വാർത്തകൾ പാമ്പ് കടിയേറ്റ് മരണവുമായി ബന്ധപ്പെട്ടുണ്ടായി. ഉറങ്ങിക്കിടന്ന കുട്ടികളെ പാമ്പ് കടിക്കുന്നു, കളിപ്പാട്ടം എടുക്കാൻ പോയ കുരുന്നിനെ പാമ്പ് കടിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഉറങ്ങാൻ പോകുന്നതിനിടെ പുതപ്പിനുള്ളിലിരുന്ന അണലിയുടെ കടിയേറ്റ് കാഴ്ചശക്തിയില്ലാത്ത ആൾക്ക് ദാരുണാന്ത്യം. പുതപ്പിനുള്ളിലായിരുന്നു അണലിയിരുന്നത്. മൺട്രോ തുരുത്ത് വില്യമംഗലം വട്ടത്തറ പടിഞ്ഞാറ്റതിൽ സ്വദേശി കെ രാജേന്ദ്രനാണ് മരിച്ചത്. 64 വയസ്സുകാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കടിയേറ്റ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിച്ചത്. തേവലക്കര അരിനല്ലൂരിൽ മകളുടെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റത്. അണലി ഈ പുതപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കിടപ്പുമുറിക്ക് സമീപത്തെ ഹാളിലാണ് രാജേന്ദ്രൻ രാത്രിയിൽ പതിവായി വിശ്രമിക്കാറുള്ളത്. സംഭവ ദിവസം അത്താഴം കഴിഞ്ഞ് വിശ്രമിച്ച ശേഷം കട്ടിലിന്റെ പടിയിൽ കിടന്ന പുതപ്പെടുത്ത് കിടപ്പുമുറിയിലേക്ക് ഉറങ്ങാൻ പോകുകയായിരുന്നു. അതിനിടയിൽ പുതപ്പിൽ കയറിപ്പറ്റിയ അണലി കയ്യിൽ കടിക്കുകയായിരുന്നു. എന്തോ കടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പുതപ്പ് താഴെ ഇടുകയും ചെയ്തു. വിളി കേട്ട് മകളും മരുമകനും ഓടിയെത്തി നോക്കിയപ്പോഴാണ് പുതപ്പിൽ അണലിയെ കണ്ടെത്തിയത്. മൊബൈൽ വെളിച്ചത്തിലാണ് പരിശോധന നടത്തി പാമ്പിനെ കണ്ടെത്തിയത്. ഭാര്യ ഗീത മരിച്ചതോടെ മൺട്രോ തുരുത്തിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. തൊഴിലുറപ്പ് തൊഴിലാളിയായി അദ്ദേഹത്തിന് 2 വർഷം മുൻപ് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് മകൾക്കൊപ്പമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഇതിനിടെ ശസ്ത്രക്രിയ ചെയ്ത് ഒരു കണ്ണ് നീക്കം ചെയ്തിരുന്നു. എന്തായാലും വളരെയധികം വിഷമകരമായ വാർത്തയാണ്. അദ്ദേഹത്തിന് സംസ്കാരമൊക്കെ നടത്തി. ഈ പുതപ്പിനുള്ളിലാണ് അണലിയിരുന്നത്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കട്ടിലുമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുതപ്പൊക്കെ കൊടേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. 12 വർഷം മുമ്പ് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. ചേരാവള്ളി പെരുമുഖത്ത് വടക്കതിൽ ജെയിംസ് ആണ് മരിച്ചത്. 60 വയസ്സുകാരനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് വീടിന്റെ മുറ്റത്ത് വെച്ചാണ് അണലി കടിച്ചത്. ഇതിനെ തുടർന്ന് മാരകമായ ശാരീരിക പ്രശ്നങ്ങളുണ്ടായി. സ്ട്രോക്ക് വന്നു. തലയിൽ രക്തം കട്ട പിടിച്ചു. അതിനാൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ദീർഘനാളായ അബോധാവസ്ഥയിലായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അതായത് ഈ സംസ്ഥാനത്ത് തുടരെ പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരുപാട് ജാഗ്രത കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 8 വയസ്സുകാരായ അൽജോയുടെയും ദിക്ഷന്റെയും ഒക്കെ മരണം. ഇപ്പോൾ പുതപ്പിനടിയിൽ നിന്നൊരു അദ്ദേഹത്തിന്റെ രാജേന്ദ്രൻ എന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. പുതപ്പിലായിരുന്നു ഈ അണലി കയറി പറ്റിയിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തുമാത്രം സുരക്ഷ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഗൗരവത്തിലേക്ക് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. അതേസമയം ഈ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാവ സുരേഷ്, അതായത് പാമ്പ് പിടുത്തക്കാരൻ വാവ സുരേഷ്, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്ന മുന്നറിയിപ്പുകൾ, എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ വീഴ്ച കൊണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽ, ഇപ്പൊ നമുക്ക് ചെറിയ താലൂക്ക് ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ സംഭവം ഒന്ന് നമുക്ക് വെഞ്ഞാറമുട്ടിന്റെ കടിയേറ്റുണ്ടെന്ന ഒരു കാർത്തിക ദീപം കമ്പിക്കടയുടെ മോളും ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഇല്ലാത്തതാണ് അപകടം. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഹോസ്പിറ്റലുകളിൽ എല്ലാ ഫെസിലിറ്റീസും, നല്ല ഡോക്ടർമാരുണ്ടാവണം, ട്രീറ്റ്മെന്റ് അറിയാവുന്നുണ്ട്, പാമ്പ് കടിയേറ്റ് കൊടുക്കാൻ ട്രീറ്റ്മെന്റ് അറിയാവുന്ന നല്ല ഡോക്ടർമാർ 24 hours ഡോക്ടർമാരുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നേഴ്സ്, മറ്റ് ഡ്യൂട്ടിക്കാർ മാത്രം പോരാ. നമുക്കൊരു പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ പാമ്പ് കടിയാണ് എങ്കിൽ നമുക്ക് ആന്റിവെനം സ്റ്റാർട്ട് ചെയ്യണം. ആന്റിവെനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെന്റിലേറ്റർ വേണമെങ്കിൽ നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് വേണം. അതുപോലെ മറ്റ് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പറ്റുന്ന നമുക്ക് പാമ്പിന്റെ വെനം പാമ്പ് കടിച്ച് വരുന്ന സമയത്ത് ആന്റിവെനം കൊടുക്കുന്ന സമയത്ത് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അത് ഹാർട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർ നിർബന്ധമായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഇത് ഒരു പാഠമായി മാറണം. ഇനി ഇതൊരിക്കലും മറ്റൊരു കുഞ്ഞിന് ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതുപോലൊരു അനുഭവം ഉണ്ടായാൽ നാട്ടുകാർ ഹോസ്പിറ്റലിന് നേരെ കൈ ഉയർത്തുമ്പോൾ നമ്മൾ ഡോക്ടർമാരൊന്നും സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു പിൻബലം ഉണ്ടാകത്തില്ല എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ അവർ എപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടിരിക്കണം. അവർ സംയമനം പാലിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ ബോധം വിഷമം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് കണ്ട് സങ്കടം വന്ന് പങ്കുവെച്ച് ചുമ്മായിരുന്നു അവരുടെ മുന്നിൽ മൗനത്തോടെ ഇരുന്ന് ഞങ്ങളെല്ലാം സങ്കടത്തിലാണെന്ന് പറഞ്ഞ് വിഷം കെട്ടി പോകാനേ നമുക്ക് കഴിയുള്ളൂ. പക്ഷെ അതല്ല, അവർ പ്രതികരിക്കും. അവർ ഹോസ്പിറ്റലിനെതിരെ നന്നായിട്ട് പ്രതികരിക്കാൻ പിന്നെ ആരൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു നാട്ടുകാർ സൈലന്റ് ആയിരിക്കുന്നു എന്നുള്ളത്. അത് എപ്പോഴാണ് അണ പൊട്ടുന്നത്
നമുക്കറിയില്ല. എന്തായാലും നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വില ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊക്കെ നിത്യേന മരണങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്കിതൊന്നും വിലയില്ല എന്നുള്ളത് കൂടി നമ്മൾക്കറിയാം. അപ്പൊ നമ്മളൊരു അച്ഛനെ കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരാളുടെ അച്ഛനുണ്ട്, സ്വന്തം അച്ഛന് വരുമ്പോൾ നിങ്ങൾ മരിച്ച് എടുത്തുകൊണ്ട് പോയി നിങ്ങൾ വെള്ളപ്പെട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് നല്ല സമീപനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ മുന്നിൽ പല സ്ഥലത്തും ഇതിന് നല്ല ട്രീറ്റ്മെന്റ് ചെറിയെങ്കിൽ മാത്രമല്ല വേറെ പല താലൂക്ക് ഹോസ്പിറ്റലിലും മരുന്നെന്ന് പറഞ്ഞ പേരിൽ മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്, ചെയ്യാൻ ആളില്ല എന്നുള്ളത് കൂടി ഞാൻ ഇത് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഇപ്പൊ ദിക്ഷലിന്റെ കാര്യത്തില് ഈ പാമ്പ് കടിയാണോ എന്നുള്ളത് ഉറപ്പില്ലായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചികിത്സ വൈകിയതെന്ന് പറയുന്നു. ചേട്ടാ, ഒരു പാമ്പ് കടിച്ചതാണെങ്കിൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പാമ്പിന്റെ കടിയാണെന്ന്? അത് നല്ലൊരു ചോദ്യം. ഞാൻ 2006 തൊട്ട് ഞാൻ ഇവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന, ഞാൻ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ അപ്പോഴൊക്കെ പറയുന്നത് ഇപ്പം മുമ്പ് ഒരു ഡോക്ടറെ നിങ്ങൾ പഠിച്ച PhD അല്ലെങ്കിൽ MBBS ഒന്നും അല്ല, നിങ്ങൾ പഠിച്ച MBBS ഒന്നും അല്ല യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പാമ്പ് കടിയിട്ട ആൾ നിങ്ങൾ ബ്ലഡ് പരിശോധിക്കുന്നതിന് മുന്നേ വെനമുള്ള പാമ്പിന്റെ കടിയാണ് ഏറ്റാൽ അവിടെ നിങ്ങൾ കൈവച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് വെനമുള്ള പാമ്പിന്റെ കടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന് നിങ്ങൾ ഒരുപാട് മുന്നിലേക്കും പിന്നിലേക്കും വേണ്ട, നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന. എനിക്ക് കിട്ടിയ കടികൾ 4700-ഓളം 5000-ഓളം കടികൾ കിട്ടിയതിൽ 16 പ്രാവശ്യം ക്രിട്ടിക്കലായാലും 6 പ്രാവശ്യം വെള്ളേട്ടായാലും 10 പ്രാവശ്യം സീരിയസ് ഐസിയിൽ കിടന്നപ്പോൾ സമയത്ത് ഞാൻ പരീക്ഷിച്ച, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ പരിചയം. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. ഇതൊരു അനുഭവമാണ്. ഇത് നിങ്ങളുടെ അവസാനത്തെ അനുഭവമായി പറഞ്ഞു. ഇല്ലെങ്കിൽ ജനങ്ങൾ നന്നായിട്ട് പെരുമാറിയിട്ട് പിന്നെ തവറ നടത്തിയിട്ട് ഒരു കാര്യം. നിങ്ങൾ പാമ്പടിയിട്ട് വെനമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ അവിടെ കൈവച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് വെനമുള്ള പാമ്പാണോ നോൺ വെനമസ് ആയ പാമ്പാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെനമുള്ള ചൂടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 10 പേര് ആന്റിവെനം സ്റ്റാർട്ട് ചെയ്യും, വളരെ സ്ലോവിൽ ആന്റിവെനം സ്റ്റാർട്ട് ചെയ്യും. അതൊന്നും ആരും പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം നിങ്ങൾ പരീക്ഷിച്ച് ഈ ഒരു സംഭവം പഠിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് നിങ്ങൾ പറഞ്ഞ എന്താണ് പാമ്പ് കടി, ഇതൊന്നും അറിയാൻ പറ്റില്ല. അത് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പാമ്പ് കടിച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കുട്ടിക്ക് ഇപ്പം കണ്ടില്ലേ ഈ കൊച്ചുമോന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ. ഇതിന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുക? ഇത് നിങ്ങൾ എന്താ മറുപടി പറയുക? നിങ്ങൾ ഇതിന് മറുപടി പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉദാസീനമായി നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നാട്ടുകാരുടെ സമീപനം ഇങ്ങനെ ആയിരിക്കത്തില്ല, വളരെ മൃഗീയമായിരിക്കും എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു വെക്കും, അതായത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നൊരു ചികിത്സാ പിഴവ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ആശങ്ക വരും, അവര് സ്വയം ചികിത്സയിലേക്ക് പോകും. ഈ പാമ്പ് കടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്വയം ചികിത്സയും ഒരു പ്രശ്നമല്ലേ? സ്വയം ചികിത്സ ചെയ്യാനായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല ഇന്നുവരെ. സ്വയം ചികിത്സയാണെന്ന് ഒരാളും പറഞ്ഞു. സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. ഒന്ന്, അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്ക് ഈ മോന് പാമ്പടി അല്ല എന്ന് അറിഞ്ഞ സമയത്ത്, പാമ്പടിയാണെന്ന് പുള്ളിക്കാരോട് പുള്ളി ഇവിടെ നിന്ന് 2 വീലറിലാണ് ചെറിയെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതും ഒരു കുഞ്ഞിന് വൈബ്രേഷൻ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ആര് വെച്ചാലും ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്കതൊക്കെ ചെയ്ത വാർത്തകളൊക്കെ ഞാൻ പറയും, ഒരു കാരണവശാലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടരുത്, തോളിൽ കിടത്തരുത്, വാരി എടുത്തുകൊണ്ട് പോകരുത്, ബൈക്കിൽ യാത്ര ചെയ്യിപ്പിക്കരുത് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കുഞ്ഞിന് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സംശയമാണോ പാമ്പടിയാണോ സംഭവം പറഞ്ഞു എന്തോ ഒരു സാധനം ഇഴഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം പാമ്പായിരിക്കാം. മോനെല്ലാം അറിയാം, മോൻ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, മോൻ എല്ലാ പാമ്പുകളെ കുറിച്ച് അറിയായിരുന്നു. എന്നിട്ട് പോലും മോന്റെ ജീവൻ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. കാരണം ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഞാൻ സംരക്ഷിക്കുന്ന ജീവിയുടെ ദംശനം പെട്ടാണ് മോന് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും അത് ഒന്നും ഒരിക്കലും നിങ്ങൾ എടുത്തുകൊണ്ട് ഓടരുത്, നിങ്ങൾ തോളിലെടുത്തിടരുത്, ഒറ്റയ്ക്ക് കയ്യിൽ ഇങ്ങനെ കോരിക്കൊണ്ട് ഓടരുത്, ബൈക്കിലൊന്നും കൊണ്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കും. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ബൈക്കിൽ പോകുമ്പോൾ മോന് കുലുങ്ങിയിട്ട് അത് എന്താ പറയുക, ആർക്കാനും മോനെ നിങ്ങൾക്ക് അത് വൈബ്രേഷൻ ഉണ്ട്, പെട്ടെന്ന് വെനം എല്ലായിടത്തും പടന്നെത്തും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സ്വയം ചികിത്സ ചെയ്ത് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും വൈദ്യന്മാരുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകരുത്. എത്രയും പെട്ടെന്ന് ഇപ്പം നമുക്കറിയാം ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഉടനെ ഇനി വരുന്ന അധികാരികൾ ആരാണോ അത് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും നല്ല ഡോക്ടർമാരെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ചുമ്മാ ആളുകളെ പറ്റിക്കരുത്, ആളുകളെ പരിഹസിക്കരുത്, ആളുകളുടെ ജീവൻ വെച്ച് കളിക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ നല്ല ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യണം. ഇത് എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡോക്ടറുണ്ട് ഇവിടെ ഡോക്ടർ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത്. ഒരു താലൂക്ക് ഹോസ്പിറ്റലിലും രാത്രികാലങ്ങളിൽ നല്ല ഡോക്ടർമാരില്ല എന്ന് അടിവരായിട്ട് എനിക്ക് പറയാൻ പറ്റും. അവിടെ നല്ല ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുക, നല്ല ആന്റിവെനം ചെയ്യാൻ കഴിവുള്ള ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആന്റിവെനം ചെയ്താൽ മാത്രം ആന്റിവെനം എന്നുള്ള പ്രകസനം കാണിച്ച് നിങ്ങൾ മരുന്ന് മാത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ വെക്കരുത്. അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ നമുക്ക് കോബ്ര ബൈറ്റ് കിട്ടി, നമുക്ക് ഒരാളിനെ കൊണ്ട് പെട്ടെന്ന് ശ്വാസം മുട്ട് വേണം, ആ ആളിനെ വെന്റിലേറ്ററിലാക്കണം, അല്ലെങ്കിൽ ഇൻഡിബേറ്റ് കൃത്രിമ ശ്വാസം കൊടുക്കണം, ആമ്പ് കൊടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറ്റിക്കരുത്. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും അടിയന്തരമായി നിങ്ങൾ അധികാരികൾ, ഇനി വരാൻ പോകുന്ന അധികാരികൾ അതിന് സാഹചര്യം ഒരുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുകയല്ല, അത് നമ്മുടെ അവകാശമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞങ്ങളപ്പോൾ ഒരു നല്ല രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.